ഇപ്പോൾ എം വി ജയരാജൻ സംസാരിക്കുന്നുണ്ട് കണ്ണൂരിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പരസ്യ അഭിപ്രായ പ്രകടനം. പാർട്ടിയുടെ ഒരു പ്രവർത്തനം ധനാപഹരണം നടത്തിയിട്ടില്ല. അത് 2 കമ്മീഷനുകൾ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്തുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടാണ് പരസ്യ അഭിപ്രായ പ്രകടനം നടത്തിയത്. അത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉചിതമായ സംഘടനാ തീരുമാനം എടുക്കും. അദ്ദേഹം പറയുന്നത് ഈ പാർട്ടിയിൽ തന്നെ വർഷങ്ങളായിട്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കുന്നു. അത് പക്ഷേ ഒരു കാരണവശാലും അത് തിരുത്താത്തത് കൊണ്ടാണ് തുറന്നു പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. തിരുത്തേണ്ടത് എന്താണ്? ധനാപഹരണം നടത്തി എന്ന് അദ്ദേഹം പറയുമ്പോൾ ധനാപഹരണം നടത്തിയിട്ടില്ല. തിരുത്തേണ്ടത് എന്താണ്? അതിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം, പാർട്ടി യഥാസമയം കണക്ക് അവതരിപ്പിച്ചില്ല. അതാണ് ചൂണ്ടിക്കാട്ടിയത്, അതാണ് കണ്ടെത്തിയത്. അതിൻ്റെ മേലെയുള്ള ചില അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിയിട്ടുണ്ട്. ഒപ്പം ധനാപഹരണം നടന്നിട്ടില്ല എന്നുള്ളത് പാർട്ടി കണ്ടെത്തിയ കാര്യവുമാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം തിരുത്താനായി പാർട്ടിയെ തകർക്കുകയാണ് ചെയ്യുന്നത്. അത് ഉചിതമല്ല. അദ്ദേഹം ചില തെളിവുകൾ കമ്മീഷന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചില ഏരിയ സെക്രട്ടറി 5 ലക്ഷം രൂപയുടെ അക്കൗണ്ട്, ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ വന്നു. അദ്ദേഹം പറയുന്ന തെളിവെല്ലാം വാസ്തവവിരുദ്ധമാണ്. അതൊന്നും ധനാപഹരണത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുന്ന കാര്യമല്ല. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ മാധ്യമങ്ങളുമായി അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം കൂടി ഉള്ള ജില്ലാ കമ്മിറ്റിയല്ലേ ഈ തീരുമാനമെടുത്തത്? മാത്രമല്ല, അദ്ദേഹം കൂടിയുള്ള ജില്ലാ കമ്മിറ്റിയിൽ ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചു? പിന്നെന്താ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടാത്തത് എന്താണ്? അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ശത്രുവിൻ്റെ കോടാലി കൈയായി മാറി. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം ഒരു നീക്കമാണ്. അദ്ദേഹത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ട്? പ്രത്യേകിച്ച് ടി എം മസൂദന്റെ സ്ഥാനാർത്ഥിത്വം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി ആരെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ട് പാർട്ടി സംശയിക്കുന്നു? അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം യശശരീരനായ കോടിയേരി ബാലകൃഷ്ണനെ പോലും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയില്ലേ? കോടിയേരിയോടും പിണറായി വിജയനോടും എം വി ഗോവിന്ദൻ മാഷോടും എല്ലാം ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹം ഒന്നും ഇത് പരിശോധിച്ചില്ല എന്നല്ലേ അദ്ദേഹം പറയുന്നത്? അങ്ങനെ പാർട്ടിയിൽ ഉണ്ടാവില്ലല്ലോ. കോടിയേരി തന്നെ പങ്കെടുത്തുകൊണ്ട്, കോടിയേരി മാത്രമല്ല ഒരു കൂട്ടം സംസ്ഥാന നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത് ഇദ്ദേഹം കൂടി ആ യോഗത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതെല്ലാം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തു. അതെല്ലാം പറയുന്നതിന് ഒരു തെറ്റുമില്ല. അതെല്ലാം വേണമെങ്കിൽ പറയും. പക്ഷേ അങ്ങനെയൊരു ധനാപഹരണം നടക്കണ്ടേ? അല്ല, ധനാപഹരണം നടക്കണ്ടേ? അല്ല, എന്താ തർക്കം? അല്ല, ഇതിലെ പ്രശ്നം എന്താ? അദ്ദേഹം ഇക്കാലം അത്രയും പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് പാർട്ടിയുടെ ഒരു പൊതുനയത്തിന് വ്യത്യസ്തമായി പാർട്ടിയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയാൽ എങ്ങനെയാ? അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വന്നത് ഇതിന് ശേഷമല്ലേ? അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വന്നില്ലേ? അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞതുപോലെ ധനാപകരണം നടന്നോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ധനരാജിന്റെ രക്തസാക്ഷിത്വത്തിന്റെ തുടർന്ന് വരുന്ന ഒരു ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമാണത്. അപ്പൊ അതിന്റെ ഒരു കണക്ക് CPM കൃത്യമായി പുറത്ത് പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം. രക്തസാക്ഷി ഫണ്ട് പിരിച്ച് ഒരു നയാ പൈസ ദുർവിനിയോഗം ചെയ്തിട്ടില്ല. ധനാപഹരണവും നടത്തിയിട്ടില്ല. ഈ ധനാപഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ കക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടിട്ട് എൻ്റെ വീട്ടിലെന്തോ ഉണ്ടാകണ്ടേ? എല്ലാം എൻ്റെ വീട്ടിൽ വല്ലതും കാണണ്ടേ? വേണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും ബിനാമി സ്വത്ത് ഉണ്ടാക്കണ്ടേ? ഇതെല്ലാം നിങ്ങൾ ഓരോന്നോരോന്ന് അദ്ദേഹം പറയുന്നതിൽ നിന്ന് പറയല്ലേ. അദ്ദേഹത്തിൻ്റെതാണ് അഭിപ്രായം. കണ്ടെത്തിയത് ധനാപഹരണമേ ഇല്ല, ധനാപഹരണമേ നടത്തിയിട്ടില്ല.
അതായത് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വിഷയത്തിലും ഒരു ക്രമക്കേടുമില്ല. ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്താണല്ലോ കുഞ്ഞകൃഷ്ണൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ തെറ്റായ ആരോപണം ഉന്നയിച്ച ആളെ പിന്നെ എങ്ങനെയാണ് CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്? അത് സംബന്ധിച്ച് പാർട്ടി പൂർണ്ണമായി അന്വേഷിച്ച് ഒരു നിലപാട് സ്വീകരിച്ച് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിനും കൂടി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാവില്ലല്ലോ. തെറ്റായ ഒരു കാര്യമാണ് പറഞ്ഞെങ്കിൽ അത് നടപടി എടുക്കേണ്ടത് അല്ല, ഒരു കാര്യം ചെയ്താൽ പോരെ, അദ്ദേഹം വരാതിരുന്നാ പോരെ? അത് തിരക്കേടില്ല. അദ്ദേഹം തെറ്റായ കാര്യം ഇപ്പോൾ പരസ്യമായി പറയുന്നു. അദ്ദേഹം പാർട്ടിയെ തിരുത്താനെന്ന് പറഞ്ഞ് പാർട്ടിയെ തകർക്കാൻ നോക്കുന്നു, ശത്രുക്കളുടെ കോടാലിക്കൈയായി പ്രവർത്തിക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഒരു കാര്യം പറയാം, പയ്യന്നൂരിലെ പാർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ വഴിയിൽ പോകുന്ന പാർട്ടിയല്ല. മാത്രമല്ല, പയ്യന്നൂരിലെ കരിവള്ളൂരടക്കമുള്ള നിരവധി സമര പാരമ്പര്യമുള്ള ഒരു സ്ഥലത്തെ പാർട്ടിയുടെ അണികളും പ്രവർത്തകരും നിതാന്തമായി ജാഗ്രത പുലർത്തും. വളരെ എളുപ്പത്തിൽ പാർട്ടിക്ക് പ്രതിരോധിക്കാമല്ലോ. ഈ തകർത്തുകൊണ്ട് തിരുത്താനുള്ള ശ്രമമാണെങ്കിൽ ഇതാണ് കണക്ക്, ഇത്ര രൂപയാണ് പിരിച്ചത്, ഇത്ര രൂപയാണ് കുടുംബത്തിന് നൽകിയത്, ഇത്ര രൂപയാണ് വീടിന്, ഇത്ര രൂപയാണ് നീക്കിയിരിക്കുന്നത്. പാർട്ടിയിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പുറത്ത് വലിയൊരു നോക്കട്ടെ, അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഇപ്പോൾ ഇതും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കെട്ടിടം നിർമ്മിച്ചത് ക്രമവിരുദ്ധമാണ്, ക്രമക്കേട് നടന്നിട്ടുണ്ട്. അദ്ദേഹം ഏതോ ഒരു മാധ്യമത്തിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന്റെ പറഞ്ഞിട്ടുണ്ട്. അത് കാണിച്ചേർന്ന അതേന്ന്. അത് നിങ്ങൾക്കുള്ള സംശയം. എന്റെ കൂടിയുള്ള ഫ്ലെക്സ് വരും. ഞാൻ എത്ര തവണ അദ്ദേഹത്തെ കണ്ടിന്, അദ്ദേഹം ഏരിയ സെക്രട്ടറി, ഞാൻ ജില്ലാ സെക്രട്ടറി. അല്ല, അദ്ദേഹം പറയുന്നതിനോട് യോജിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടെന്നതിന്റെ സൂചനയല്ലേ അത്? ഒരാളും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല. ഒരു MLA ഓഫീസിലേക്കൊക്കെ മാർച്ച് ചെയ്യുന്നത് അങ്ങേയറ്റ തെറ്റാണ്. രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചാൽ ശരിയല്ലല്ലോ. അതെ, അങ്ങനെയൊരു തെറ്റ് ചെയ്യണ്ടേ? ഇത് മറ്റേ MLA എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ പ്രണയിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം ചെയ്ത MLA ആണ്. അതേതാ? അത് 3 ആളായി. കൊലയാളികളായ RSSകാരെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ UK കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയത് RSS അല്ലാന്ന്, ഹരിദാസനെ കൊലപ്പെടുത്തിയത് RSS അല്ലാന്ന് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതന്നെ കാര്യം. ഒരു തെളിവും ഇതിലില്ല എന്നാണ് ഇപ്പൊ പാർട്ടി പറയുന്നത്. പക്ഷെ കുഞ്ഞകൃഷ്ണൻ പറയുന്നത് ഈ പുസ്തകം വരാനുണ്ട്, ഈ പുസ്തകത്തിൽ ചില തെളിവുകളൊക്കെ, അങ്ങനെ പുസ്തകത്തിൽ ഈ തെളിവുകളൊക്കെ. പുസ്തകമൊന്നും ഞങ്ങള് അശേഷം ഭയപ്പെടുന്നില്ല, മടിയിൽ കനമില്ല. ഒരു പൈസയും നഷ്ടമായിട്ടില്ല. തെറ്റായ ആരോപണങ്ങളാണ്. സംസ്ഥാന നേതാക്കളെ ആവശ്യമില്ലാതെ പ്രതിക്കൂട്ടിലാക്കുന്ന സമീപനമാണ്. ഒരാൾ പോലും കുഞ്ഞകൃഷ്ണനൊപ്പം പോകില്ല. പയ്യന്നൂരിലെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നിതാന്ത ജാഗ്രത പുലർത്തുന്ന സഖാക്കളുള്ള പാർട്ടിയാണ് എന്നാണ് MV ജയരാജൻ പറയുന്നത്.